അതിരപ്പള്ളിയിലെ ആനയ്ക്ക് പരിക്കെന്ന സ്ഥിരീകരണം. ഏഴാറ്റുമുഖം ഗണപതിയുടെ കാലിനാണ് പരിക്ക്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ആനയുടെ കാൽപാദത്തിൽ പരിക്ക് കണ്ടെത്തിയത്. പരിക്ക് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ആനയ്ക്ക് ഗുരുതര പരിക്കില്ലെന്ന് വെറ്റിനറി ഓഫീസർമാർ ഇന്നലെ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് പരിക്ക് കണ്ടെത്തിയത്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഈ കാലിലെ പരിക്ക് അത് ആശങ്കയുണ്ടാക്കുന്നതാണോ? എന്താണ് വനംവകുപ്പ് അധികൃതർ നൽകുന്ന വിവരം? അരുണ്യ, ഈ ഘട്ടത്തിൽ ആനയുടെ പരിക്കിന്റെ സ്ഥിതി എന്തെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കോ വെറ്റിനറി ഓഫീസർമാർക്കോ അതിന് സാധിക്കില്ല. ആനയെ ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായി പിടികൂടുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ഈ പരിക്കിന്റെ സ്വഭാവം എത്ര നിലയിലുള്ളതാണ് എന്ന് വ്യക്തമാവുകയുള്ളൂ. അക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വാഴച്ചാൽ DFO R ലക്ഷ്മി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആനയ്ക്ക് ചികിത്സ നൽകണം എന്ന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ട് നൽകിയത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വനംവകുപ്പ് വെറ്റിനറി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ആതിരപ്പള്ളി ഏഴാറ്റുമുഖം മേഖലയിൽ ഗണപതിയെ കണ്ടെത്തുന്നതിനായും നിരീക്ഷിക്കുന്നതിനായും പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധന നടത്തിയിരുന്നെങ്കിലും ആനയെ നിരീക്ഷിച്ചിരുന്നെങ്കിലും ഇന്നലെ വരെ നടത്തിയ പരിശോധനകളിലും നിരീക്ഷണങ്ങളിലും ആനയ്ക്ക് ഗുരുതരമായി പരിക്കുള്ളതായി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയം കൂടി വെറ്റിനറി ഓഫീസർമാർ ഉന്നയിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആനയുടെ കാൽപാദത്തിൽ എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം വെറ്റിനറി ഓഫീസർമാർ പ്രകടിപ്പിച്ചിരുന്നു. ഗുരുതര പരിക്കുകൾ നിലവിൽ ആനയ്ക്കില്ല എന്ന് കാട്ടി അതോടൊപ്പം തന്നെ ഈ സംശയങ്ങൾ വ്യക്തമാക്കിയാണ് വെറ്റിനറി ഓഫീസർമാർ റിപ്പോർട്ട് നൽകിയത്. തുടർന്നുള്ള 2 ദിവസം കൂടി ആനയെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ന് ഇതിൽ പ്രകാരം 3 ഡോക്ടേഴ്സും ചേർന്ന് ആനയെ കണ്ടെത്തി നിരീക്ഷിക്കുക കൂടി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആനയുടെ കാൽപാദത്തിൽ പരിക്കുണ്ട് എന്നുള്ള നിലയിൽ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാൽപാദം മുൻവശത്തെ കാലുകളിലൊന്ന് നിലത്തൂന്നാതെ നിൽക്കുന്ന നിലയിലാണ് ആനയെ കണ്ടെത്താനായത്. ഇന്ന് 3 മണിക്കൂറോളം ആനയെ കണ്ടെത്തിയ സ്ഥലത്ത് ആന 3 മണിക്കൂറോളം നിലത്ത് കിടന്ന് ഉറക്കത്തിലായിരുന്നു ഡോക്ടർമാരെ എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആനയുടെ പരിക്ക് ഗുരുതരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി പരിശോധന നടത്തുന്നതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി തേടിക്കൊണ്ട് വാഴച്ചാൽ DFO കത്ത് നൽകിയിരിക്കുകയാണ്. അരുൺ, ശരി. ഏഴാറ്റുമുഖം ഗണപതിയുടെ ഒരു കാലിനാണ് പരിക്കുള്ളത്. പരിക്കിന്റെ ഗുരുതരാവസ്ഥയിലാണോ, ഗുരുതരമായ പരിക്കാണെന്നൊന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലെന്നാണ് ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.